ചിലർക്കൊന്നും ഈ ഒരു ഗ്രീൻ പീസ് കറി എന്ന് പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമുണ്ടാവില്ല. അതിൻ്റെ ഒരു സ്മെല്ലാണ് കേട്ടോ മെയിനായിട്ടുള്ള കാരണം. ആ ഒരു സ്മെല്ലൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റി ആയിട്ടും ഫ്ലേവറായിട്ട് നമുക്കൊരു ഗ്രീൻ പീസ് കറി എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതൊരു കുക്കർ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തെടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി ഇത്രയും കൊണ്ടൊന്ന് ക്ലീൻ ചെയ്ത് ചതച്ചെടുത്ത കൂട്ടാണ്. അതൊരു ഏകദേശം 1 ടേബിൾ സ്പൂൺ ചേർത്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് 1-2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴിച്ചെടുക്കുന്നുണ്ട്. എല്ലാം കൂടിയിട്ട് അതിൻ്റെ ഒരു പച്ച ചുവ ഒന്ന് മാറി വരുന്ന സമയത്ത് 2 സവാള വേണം, 1 ക്യാരറ്റ്, 1 തക്കാളി, 1 ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് അത്യാവശ്യം വലിപ്പമുള്ളതാണ്. തക്കാളിയും എല്ലാം ഇത്തിരി അത്യാവശ്യം വലിപ്പമുള്ളതാണ് എടുത്തിട്ടുള്ളത്. സവാള നമുക്ക് തീരെ കുഞ്ഞായിട്ട് അരിയേണ്ട ആവശ്യമില്ല. ചെറിയൊരു വലിയ കഷ്ണമായിട്ട് അരിഞ്ഞൊന്ന് മുറിച്ചെടുത്താൽ മതിയാകും. എന്നിട്ട് ഇത്രയും പച്ചക്കറികളും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു കറിക്കൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. ആ ഒരു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിനി ഇതിലേക്കുള്ള പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 ടീസ്പൂണുള്ള മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറാണ് 1 ടീസ്പൂൺ, പെരുംജീരകത്തിൻ്റെ പൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ. ഇത്രയും ഒരു പൊടികളും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ആ ഒരു പൊടിയുടെയൊക്കെ ഒരു പച്ച ചുവന്ന് മാറി വരട്ടെ. ഒരു 3-4 മിനിറ്റ് ഒന്ന് വഴിച്ചെടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ഗ്രീൻ പീസാണ് ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച് തന്നെ കുതിർത്തെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കഴുകി നമുക്ക് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ഗ്രീൻ പീസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് തിളച്ച വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ടൈമിൽ തന്നെ ഒന്ന് ഉപ്പ് ചെക്ക് ചെയ്യാം കേട്ടോ. കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുക്കറിൻ്റെ അടപ്പുകൊണ്ട് അടച്ചിട്ട് ഒരു 3-4 വിസിൽ കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കണേ. ചില സമയത്ത് കിട്ടുന്ന ഗ്രീൻ പീസ് പെട്ടെന്ന് റെഡിയായി കിട്ടും. അപ്പം നമ്മൾ വാങ്ങിക്കുന്ന ഗ്രീൻ പീസിൻ്റെ വേവ് അനുസരിച്ചിട്ട് വേണം ഒരു കുക്കറിൻ്റെ പ്രഷർ കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇവിടെ ഒരു 3-4 വിസിൽ കൊടുത്തിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോഴാണ് ഈ ഒരു ഗ്രീൻ പീസ് നന്നായിട്ട് കറക്റ്റായിട്ട് വെന്ത് കിട്ടുന്നത്. അതുപോലെ നമ്മൾ രാവിലെ പെട്ടെന്ന് തയ്യാറാക്കുന്നതായതുകൊണ്ട് അങ്ങനെ കുറേ സമയം വെച്ചിരിക്കാനായിട്ട് പറ്റില്ലല്ലോ. നമുക്ക് ആ ഒരു 4 വിസിൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ നല്ലോണം ആ ഒരു പ്രഷർ മൊത്തത്തിലൊന്ന് കളഞ്ഞതിന് ശേഷം അടപ്പൊന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിതിൻ്റെ ഒരു ഗ്രീൻ പീസൊക്കെ വെന്ത് വന്നിട്ടുണ്ടോ നോക്കാം. പാകമായിട്ടില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 1-2 വിസിലും കൂടെ കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ടേ. ഉടഞ്ഞു പോകുന്ന പാകമല്ല, കറക്റ്റ് പാകത്തിനൊന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു പാകത്തിനൊന്ന് വെന്ത് റെഡിയായി വന്നിട്ടുണ്ടേ. അപ്പോൾ ഇതിനെ അവിടെ ഇരിക്കട്ടെ. നമുക്കിനി ഇതിലേക്ക് ഒരു പേസ്റ്റും തയ്യാറാക്കിയെടുക്കണം. ഒരു 10-15ഓളം കാഷ്യൂസ് ഒന്ന് കുറച്ച് വെള്ളമൊഴിച്ച് നേരത്തെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നേ. അത് നമുക്കൊരു മിക്സിയിൽ ചെറിയ ജാറിലേക്ക് മാറ്റി നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. പിന്നെ ഇതാ കറിയിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് അരച്ചെടുത്തിട്ടുള്ള ഒരു കാഷ്യൂ പേസ്റ്റും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കാഷ്യൂ നട്ടിൻ്റെ പകരമായിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചാലും മതി, രണ്ടായിരുന്നാലും ഓക്കെയാണ്. ആ ഒരു ഗ്രീൻ പീസിൻ്റെ ഒരു കുത്തൽ സ്മെല്ലുണ്ടല്ലോ, അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. അത് മസ്റ്റായിട്ട് ചേർക്കണം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കറിക്ക്. ആ ഒരു ഗ്രീൻ പീസിൻ്റെ ആ ഒരു ചുവ ഒന്ന് മാറിയിട്ട് നല്ല വേറൊരു ഫ്ലേവറിൽ നമുക്ക് കറി റെഡിയാക്കി കിട്ടിക്കോളും. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ 1-2 തണ്ട് കറിവേപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടിയിട്ടൊന്ന് ഇളക്കിയൊന്ന് യോജിപ്പിക്കാം. വെള്ളം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കറിക്ക് കട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇതിപ്പം കറക്റ്റ് ഭാഗമാണ് ഞാൻ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഒരു പേസ്റ്റൊക്കെ ചേർക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് കുറുകാനുള്ള ചാൻസ് ഉണ്ട് തണുക്കുമ്പോഴേ. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മളിത് വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതെല്ലാം കൂടിയിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചിട്ടൊന്ന് ടേസ്റ്റും സ്മെല്ലൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചൊരു ഗരം മസാലയുടെ കുറവ് ചെറുതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് തിളച്ചൊന്ന് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് കറി ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഈ ഒരു കറിയുടെ കൂടെ അപ്പമാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പം മാത്രമല്ല, പുട്ട്, ഇടിയപ്പം, ഒട്ടി, ചപ്പാത്തി, പൂരി, പൊറോട്ടയ്ക്ക് പോലും നല്ല സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു കറി. അടിപൊളി കറിയാണേ. ഇതിൻ്റെയൊക്കെ റെസിപ്പി നമ്മൾ ഓൾറെഡി നമ്മുടെ പേജിൽ ഇഷ്ടംപോലെ പ്രാവശ്യം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കുക. തേങ്ങയും ചോറും പച്ചരിയും ഉപ്പും പഞ്ചസാരയൊക്കെ ചേർത്ത് തലേദിവസം അരച്ച് വെക്കണം. അടുത്ത ദിവസം രാവിലെ ആകുമ്പോൾ നന്നായിട്ട് മാവൊക്കെ പുളിച്ച് പൊന്തിയിരിക്കും. അതിലേക്ക് ഉപ്പും സോഡാപ്പൊടിയൊക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് നല്ല ചൂടായ ചട്ടിയിലോട്ട് കോരി ഒഴിച്ച് ഇതുപോലെ ചുട്ടെടുത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം റെഡിയായിട്ട് കിട്ടും. നമ്മളെപ്പോഴും ഒരു അപ്പം തയ്യാറാക്കുമ്പോൾ കുറച്ചൊക്കെ മാവ് ബാക്കി വരുള്ളൂ, 1-2 ടേബിൾ സ്പൂൺ മാവ്. അതൊന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് നമ്മൾ പുതിയ മാവ് അരയ്ക്കുന്ന സമയത്ത് അത് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയുന്ന കാര്യമാണ്. അപ്പോൾ ഇതിലും അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു റെസിപ്പിയും വീഡിയോയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യും.